ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പെൻഡുലം റീഡിംഗ് ആണ്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. യൂണിവേഴ്സിനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എല്ലാവരും ഒരു എനർജി അല്ല, എല്ലാവരും ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു കൊടുക്കണം. അവരുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് നടക്കോ ഇല്ലയോ എന്നാണ് യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. യെസ് ഓർ നോ എന്നാണ് യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. യൂണിവേഴ്സ് ഇതുവരേക്കും എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയാണ്. ഇനിയും അങ്ങോട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ റീഡിങ് കാണുകയാണ് എന്ന് പ്രാർത്ഥിക്കണം. താങ്ക് യു യൂണിവേഴ്സ്. റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. താങ്ക് യു യൂണിവേഴ്സ്. 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 എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ അവരുടെ പ്രാർത്ഥന എന്ത് തന്നെയാണെങ്കിലും അത് യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കണം. യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് ഈ റീഡിങ് കാണാണ്. താങ്ക് യു യൂണിവേഴ്സ്. 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 എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ അവരുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കണം. യെസ് ആണോ നോയാണോ സാധ്യതയുണ്ടോ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കണം. യൂണിവേഴ്സ്. താങ്ക് യു 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 യൂണിവേഴ്സ്. യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പെൻഡുലം റീഡിങ്ങിൽ യൂണിവേഴ്സ് പറയുന്നത് യെസ് എന്നാണ്. ഇവിടെ യെസ് എന്ന് പറയുമ്പോൾ പി എന്നുള്ളൊരു ലെറ്റർ കാണിക്കുന്നുണ്ട്. മാർച്ച് മാസം കാണിക്കുന്നുണ്ട്. ഫ്രൈഡേ എന്നൊരു ഡേ ആണ് കാണിക്കുന്നത്. 7 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് കാണിക്കുന്നത്. യെസ് എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുന്ന നമ്പർ, ഫ്രൈഡേ എന്ന് പറഞ്ഞ ഡേ, പി എന്ന് പറഞ്ഞ ലെറ്റർ, മാർച്ച് മാസം, ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഈ റീഡിങ്ങിലൂടെ കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് താങ്ക് യു. ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർഡ് നോക്കുകയാണ്. എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ ആഗ്രഹം എന്ത് തന്നെയായാലും യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കണം. യെസ്, ചാരിയറ്റാണ് കിട്ടിയിട്ടുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ പ്രെയർ ചെയ്തതെങ്കിൽ അങ്ങനെ പ്രെയർ ചെയ്ത വ്യക്തികൾക്ക് യൂണിവേഴ്സ് പറയുന്നത് ഇത് ചാരിയറ്റാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക. അവർ മടങ്ങി വരുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അവർ തീർച്ചയായും മടങ്ങി വരും. ചാരിയറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്. ഇനി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കാർഡ് ഷഫിൾ ചെയ്യാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എഡ്യൂക്കേഷൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ഏതൊരു വ്യക്തികളാണെങ്കിലും അവർക്കുള്ള കാർഡ് കാണിച്ചു കൊടുക്കണം യൂണിവേഴ്സ്.
അത്രമേൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ മറുപടി നൽകി അനുഗ്രഹിക്കണം. യെസ്, 2 ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എബ്രോഡ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ആ ഒരു സാധ്യതയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇതിൽ കണക്റ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ സാധ്യതയാണ്. നിങ്ങളെന്ന വ്യക്തി വിദേശത്തേക്ക് പോകാനായിട്ട്, എബ്രോഡ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ വിസ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഒരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്. ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ഗ്ലോബാണ് കാണിക്കുന്നത്. വേൾഡ് കണ്ട സന്തോഷത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് യെസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും. നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾ നോക്കി കാണുന്നതെങ്കിൽ, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത്. ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ അവരുടെ കരിയർ, അവരുടെ ബെറ്റർ ഫ്യൂച്ചർ യൂണിവേഴ്സ് ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്താണ് അവർക്കുള്ള കാർഡെന്ന് കാണിച്ചു കൊടുക്കണം. യെസ്, 9 ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ സക്സസിനെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് ഗിഫ്റ്റ് തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ഡിസയർ സാധിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും അത് സാധിക്കാൻ പോകുന്നു. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. കൈ നിറയെ സമ്പാദ്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചേക്കാളും കൂടുതൽ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ കരിയർ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളിലേക്ക് എത്തുന്നു. ഇനി ഒരു സ്ഥാനമാറ്റമാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രമോഷനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് സമ്പാദ്യം വരുന്നു എന്നാണ് പറയുന്നത്. അബണ്ടൻ്റ് ആണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം യൂണിവേഴ്സിൽ അത്രമേൽ ആഗ്രഹത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ലല്ലോ, ഡിഫറെൻ്റ് എനർജി അല്ലേ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. ആ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിക്കുന്നവർക്ക് യൂണിവേഴ്സ് ഇത്രയും അനുഗ്രഹങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സ്വീകരിക്കൂ, അല്ലാത്തവർ വിട്ടുകളയൂ. ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് വന്നാലും നിങ്ങളുടെ കറക്റ്റ് റീഡിങ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്കറിയാം അവരുടെ കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് പ്രയറും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.